ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. സ്കൈ പുഡിങ്. അപ്പോൾ ഞാൻ കരിക്ക് വെച്ചിട്ട് സ്കൈ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കരിക്ക് മേടിച്ചിട്ട് കാമ്പും വെള്ളവും വേറെ വേറെ ആക്കിയിട്ടുണ്ട്. കാമ്പ് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കുറച്ച് പാലിൽ അടിച്ചെടുക്കണം. കുറച്ച് കടിക്കുന്ന പോലത്തെ പരുവത്തിൽ അടിക്കേണ്ടു. എൻ്റെ കുറച്ച് കൂടുതലായിപ്പോയിന്. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ 3 പാക്കറ്റ് പാലാണ് എടുത്തത്. എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ 1 പാക്കറ്റ് എടുത്താൽ മതി. കരിക്ക് വെള്ളത്തിൽ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യണം. എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അത്രയും ആഡ് ചെയ്യണം. പാല് നല്ലോണം കുറച്ച് തിള വരുമ്പോൾ നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം. ഞാനിവിടെ 1.5 പാക്കറ്റ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മതിയാവില്ല. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും മധുരം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച കരിക്കിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഇളനീരിൻ്റെ മിക്സിലേക്ക് ഈ ചൈന ഗ്രാസിൻ്റെ ലിക്വിഡ് ആഡ് ചെയ്ത് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ലെയർ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റേ ലെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചൈന ഗ്രാസ് വേഗം കട്ട പിടിച്ചു പോകുമല്ലോ. അപ്പോൾ ഇതൊന്ന് സെറ്റാകുമ്പോൾ മാത്രമേ മറ്റേ ലെയർ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ സെക്കൻഡ് ലെയർ ആക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളം ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട് മാറിയപ്പോൾ. അപ്പം ഞാൻ കരിക്കിൻ്റെ വെള്ളത്തിൽ ഒന്ന് ഈ സ്കൈൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ സെറ്റായപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ മിക്സ് ഒന്ന് തണിഞ്ഞപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മെല്ലെ മെല്ലെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ആകാശം പോലെ ആയത് കണ്ടില്ലേ. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.